പത്തനംതിട്ടയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ യുവാവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആക്രമിക്കാനുള്ള അന്വേഷണമാണ്. കുടുംബകലഹമാണ് കാരണമെന്നറിയുന്നു. പത്തനംതിട്ട പുല്ലാട് ആലുംതറയിലാണ് ഭാര്യ ഉൾപ്പെടെ 3 പേരെ യുവാവ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. അജിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. CK അഭിലാലുണ്ട് വിശദാംശങ്ങളുമായി. അഭിലാൽ, ഇത് എപ്പോൾ നടന്ന സംഭവമാണ്? അജിക്കായുള്ള തിരച്ചിൽ തുടരുന്നു. പോലീസ് എന്താണ് പറയുന്നത്? പത്തനംതിട്ട കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആലുംതറ എന്ന സ്ഥലത്താണ് സംഭവം ഉണ്ടാകുന്നത്. അഞ്ചാനിക്കൽ വീട്ടിൽ ശശി എന്ന 65-കാരൻ, അദ്ദേഹത്തിന്റെ സഹോദരി 57-കാരി രാധാമണി, ശശിയുടെ മകൾ ശ്യാമ 33 വയസ്സാണ് അവരുടെ പ്രായം. ഇവർക്ക് 3 പേർക്കുമാണ് കുത്തേറ്റത്. ശ്യാമയുടെ ഭർത്താവ് അജി ആണ് മൂവരെയും ആക്രമിച്ചത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് രാത്രി 9 മണിയോട് കൂടിയാണ് അക്രമം ഉണ്ടായത്. ശശിയും അതോടൊപ്പം തന്നെ ശ്യാമയും അജിക്കൊപ്പം ഈ വീട്ടിലാണ് താമസിച്ച് വന്നത്. ബഹളം കേട്ട് എത്തിയതാണ് അയൽവാസി കൂടിയായ ശശിയുടെ സഹോദരി രാധാമണി. മൂവരെയും കുത്തിയ ശേഷം അജി സ്ഥലത്തു നിന്നും കടക്കുകയാണ് ഉണ്ടായത്. കോയിപ്പുറം പോലീസ് മേഖലയിൽ ആകെ തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെയും അജിയെ കണ്ടെത്താനായിട്ടില്ല. അതേസമയം കുത്തുകൊണ്ട് പരിക്കേറ്റ മൂവരെയും ആദ്യം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലാണ് എത്തിച്ചത്. കൂടുതൽ ഗൗരവകരമായ ചികിത്സ വേണ്ടതുണ്ട് എന്നതിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ മൂവരെയും ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അജി മുൻപും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സമീപവാസികളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. മാത്രവുമല്ല, മേഖലയിലെ ചില അടിപിടി കേസുകളിൽ ഇയാൾ പ്രതിയായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ലഭ്യമാവുന്നുണ്ട്. അഭിലാൽ, ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ പരിക്ക് ഗുരുതരമാണെന്ന് തന്നെയാണോ അപ്പോൾ? അതെ, ശശിയുടെ പരിക്ക് അല്പം ഗുരുതരമാണ്. ജില്ലാ ആശുപത്രിയിലെ ചികിത്സ കൊണ്ട് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ കഴിയില്ല എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയ ശേഷം മൂവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോൺസന്റെ നേതൃത്വത്തിലുള്ള പൊതുപ്രവർത്തകർ ഇടപെട്ടാണ് മൂവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.